ഹായ്. ഈ ലൈഫ് ജാക്കറ്റ്സ് പല ടൈപ്പുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ലൈഫ് ജാക്കറ്റ് നമ്മുടെ റിക്രിയേഷണൽ യൂസ്, അതായത് ടൂറിസം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ കരയിൽ നിന്നും ഒരുപാട് ദൂരെ പോകാത്ത ആക്ടിവിറ്റീസ്, പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന ലൈഫ് ജാക്കറ്റ് ടൈപ്പ് 3 പെട്ടതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇടാൻ പറ്റണം. ഇതാണ് ടൈപ്പ് 3 ലൈഫ് ജാക്കറ്റ് എന്ന് ഇങ്ങനത്തെ. അതിൽ പെട്ടെന്ന് ഇടാനായിട്ട് പറ്റണം. പിന്നെ വെള്ളത്തിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു സാധാരണഗതിയിൽ നമ്മൾ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്തുമ്പോൾ ലൈഫ് ജാക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കയാക്കിങ്, കയാക്ക്, പിന്നെ പെഡൽ ബോട്ട്സ്, പിന്നെ സ്പീഡ് ബോട്ട്, അങ്ങനെയുള്ള അതിലൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള ജാക്കറ്റ്സ് ഇടണം. പിന്നെ ജാക്കറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ അതിൻ്റെ മെറ്റീരിയൽ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സിപ്പ്, പിന്നെ അതിൻ്റെ ലോക്കുകൾ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ മെറ്റീരിയലിൽ നമ്മൾ കുറച്ച് ഈ വില സ്ലൈറ്റ് വേരിയേഷൻസ് കാണും. ചിലതൊക്കെ ഒരു റേഞ്ച് ചെയ്യുന്നത് ഒരു 1500 രൂപ റേഞ്ചിലുള്ളതൊക്കെ, പിന്നെ ചിലതൊക്കെ 1000 രൂപയ്ക്ക് താഴെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഭയങ്കര മോശമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു അപകടം സംഭവിക്കുമ്പം ഒരു ലൈഫിനും ഡെത്തിനും ഇടയ്ക്കുള്ള ഒരു സമയം ഒരാളെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഒരു ലൈഫ് റെസ്ക്യൂ വരുന്നത് വരെ ഒരാളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. അവിടെ നമ്മളൊരു 10, 200, 300 അല്ലെ 500 രൂപയുടെ ലാഭം ഒരിക്കലും നോക്കരുത്. എപ്പോഴും നല്ല മെറ്റീരിയൽ, പിന്നെ ഡാമേജ് ഇല്ലാത്തത്, അതിലോട്ട് ഞാൻ വരാം. ശരിയായിട്ട് നമ്മൾ ഇടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഫിറ്റായിട്ട് ഇടണം. കാരണം നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലാണെങ്കിൽ നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റ്, ഇപ്പോൾ ഞാൻ ഇടുന്നൊരു ജാക്കറ്റ് കുറച്ചുകൂടെ അത് എല്ലാം അതിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കുറച്ച് ലൂസ് ചെയ്തിട്ട് വലുതാക്കി ഇടേണ്ടി വരും. അതേസമയം ഒരു പിന്നീട് വരുന്നത് കുറച്ച് വണ്ണം കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും അത് ചെറുതാക്കി ചുരുക്കി ഇടണം. അത് നിർബന്ധമായിട്ടും ഈ ഓപ്പറേഷൻസിൽ നിൽക്കുന്നവരും പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരും അത് ചുരുക്കി അത് ടൈറ്റായിട്ട് ശരീരത്തിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ വേണം ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മളുടെ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തണുപ്പത്ത് ഇടുന്ന ജാക്കറ്റ് പോലെ ഇതൊന്നും ഇടാതെ നേരെ ഇതെടുത്തിട്ട് നേരെ മേത്തോട്ട് ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി ബോട്ടെ കയറി പോകും. അപകടം എന്തെങ്കിലും നടക്കുന്നത് വരെ അതിന് കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലോട്ട് എങ്ങനെ വീണാൽ ഇതിൻ്റെ പാട്ടിന് പോവും, നമ്മൾ വെള്ളത്തിൽ താഴുകയും ചെയ്യും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിപ്പ് ഇടുക, അതിൻ്റെ ഈ പറഞ്ഞ ലോക്കെല്ലാം കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ ഈ ജാക്കറ്റുകൾ നമ്മൾ ഈ പ്രൊഫഷണൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത് വേറെയുള്ള, അതിന് ഓരോ പ്രൊഫഷണൽ, ഇപ്പോൾ സ്കീയിങ്ങിനാണെങ്കിൽ അതിന് പ്രൊഫഷണലായിട്ടുള്ള ജാക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാക്കറ്റ്സ് ഉണ്ട്. അതല്ല, ഇത് ജനറലി ഒരു ജനറൽ പർപ്പസിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, നമ്മുടെ ഈ ജാക്കറ്റുകൾ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അത് ലോകത്ത് 10-ൽ പരം ഏജൻസികളുണ്ട്. അതിൽ ആരെങ്കിലും ഒരു ഏജൻസി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ജാക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു യൂണിഫോമായിട്ടുള്ള ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഉറപ്പാക്കാം. പിന്നെ നമ്മൾ ജാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് വ്യക്തികൾക്കല്ല. നമ്മളിപ്പോൾ ബോട്ടിംഗ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു ജാക്കറ്റ് നമുക്ക് ഇടാനായിട്ട് കിട്ടുമ്പം അവരും ശ്രദ്ധിക്കണം, നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജാക്കറ്റ് ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒരു സീറ്റിൽ ചാരി ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഫോമാണുള്ളത്, ഫോം. അപ്പം ഈ ഫോമിൻ്റെ ബോയൻസി എന്ന് പറയുന്നത് ഒരു 6 മാസം ഒരു 10-50 പേരോളം ഉപയോഗിച്ച്, അല്ലെങ്കിൽ 10-100 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞത്
ഇതിൻ്റെ ഈ ബോയൻസി മെറ്റീരിയലിന് ചെറുതായിട്ട് കുറവ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്ലോസ്ഡ് ഫോമാണ്, ക്ലോസ്ഡ് സെല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ സെല്ലുകൾ ചിലപ്പം തട്ടിയ മുട്ടിയൊക്കെ 1-2 സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാം. അപ്പോൾ ആയിരക്കണക്കിന് ക്ലോസ്ഡ് സെല്ലുകളിൽ ഒരു 10-50 എണ്ണമൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ പൊട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 കിലോ വരെ വെയിറ്റുള്ള അല്ലെങ്കിൽ 120 കിലോ വരെ വെയിറ്റുള്ള ഒരാളെ 3 മണിക്കൂറോ 4 മണിക്കൂറോ പൊക്കി വെള്ളത്തിലിടാൻ പറ്റുന്ന ഒരു ജാക്കറ്റിന് കാലപ്പഴക്കം കൊണ്ട് അതൊരു 80 കിലോ അല്ലെങ്കിൽ 90 കിലോ ഉള്ള ഒരാളെ പൊക്കി നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന ജാക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അത് റിപ്പയർ ചെയ്യലല്ല, അത് റീപ്ലേസ് ചെയ്യണം. സാധാരണഗതിയിൽ 1 വർഷം കഴിയുമ്പോഴല്ലെങ്കിൽ 2 സീസൺ, പ്രോബ്ലി മാക്സിമം 2 സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ജാക്കറ്റ് ഇടുന്നവർ ഇത് കിട്ടുമ്പം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ റെക്രിയേഷൻ സെൻറ്റേഴ്സ് നടത്തുന്നവർ, ബോട്ടിംഗ് സെൻറ്റർ നടത്തുന്നവർ എല്ലാ സീസൺ തുടങ്ങുന്നതിന് മുമ്പും ഇതെടുത്തിട്ട് വല്ല എലിയ പാറ്റ അങ്ങനെയുള്ള എന്തെങ്കിലും കടിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ ആ ഓരോ വെയിറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും ഇട്ട് ആൾ വെള്ളത്തിൽ ചാടി അത്ര ഇത് മുങ്ങുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വേണം ഗസ്റ്റിന് കൊടുക്കാനായിട്ട്. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. 10 ജാക്കറ്റ് ഉണ്ടെങ്കിൽ ആ 10ഉം ഇട്ട് വെള്ളത്തിൽ ചാടി നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിതവും ഒരു റെസ്ക്യൂ നടത്താനും ആയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ വരെയാണ് കിട്ടുക. കാരണം റെസ്ക്യൂ നടത്താൻ സാധ്യതയുള്ള കരയോട് അടുത്ത് ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു റെസ്ക്യൂവിനുള്ള സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് നല്ലതായിരിക്കണം. ഇത്രയാണ് എനിക്കിന്ന് ജാക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും ഈ ബോട്ടുകളെ സംബന്ധിച്ചുള്ളതും സേഫ്റ്റിയെക്കുറിച്ചുള്ളതുമായിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.